പഠിക്കുന്ന ആളുകളോട് കുറച്ച് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഏറ്റവും വലിയ പ്രസംഗം അറഫയിലെ പ്രസംഗമാണ്. പക്ഷേ അതുപോലും ഒരു പേജിൽ എഴുതി തൂക്കാൻ മാത്രം കുറച്ചേ ഉള്ളൂ. അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചിരുന്നത് ഖുർആൻ അറിയുന്നവരോടായിരുന്നു എന്നാണ്. ഖുർആൻ അറിയുന്നവർക്ക് ചില സൂചനകൾ മതി, ചില ഓർമ്മപ്പെടുത്തലുകൾ മതി, ബാക്കി അവർ പൂരിപ്പിക്കും. അങ്ങനെ ഒരു അനുഭവമാണ് ഖുർആൻ. ഒരു പക്ഷേ ഈ പറയുന്ന ആളേക്കാൾ ആ ഖുർആനിൻ്റെ മധുരവും ആ ഖുർആനിൻ്റെ അനുഭൂതിയും നുകരുന്ന ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഈ വചനങ്ങളുടെ ഒരു മാസ്മരികമായ ഒരു തലം ഉണ്ട്. അത് വിശദീകരിക്കാനൊക്കെ വളരെ പ്രയാസമാണ്. അത് അനുഭവിക്കുന്നതാണ് ഒരാൾ. ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ശൈലിയോ നമ്മുടെ ഭാഷയോ അതിന് വഴങ്ങൂല. അങ്ങനെ ഒരു അനുഭവമാണ് ഖുർആനിൻ്റേത്. പലപ്പോഴും അതൊരാളുടെ അനുഭവമായി മാറുമ്പോൾ അയാളത് അനുഭവിക്കും. അത് അനുഭവിച്ചവരുടെ ചരിത്രം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും അവരനുഭവിക്കുന്ന ഒരു കരുത്തുണ്ട്. ജീവിതത്തെ അവർ നേരിടുന്ന ഒരു രീതിയുണ്ട്. അതൊരു സാധാരണ രീതിയാകില്ല, വ്യത്യസ്തമായൊരു രീതിയാകും. ജീവിതത്തിലെ കാഴ്ചകളെ അവർ കാണുന്നത് വേറെ ഒരു രീതിയിലാകും. നിങ്ങൾ നോക്കൂ, ഖുർആൻ വരുന്നതിന് മുമ്പുള്ള അറേബ്യയെക്കുറിച്ച് പറഞ്ഞത് അത് ജാഹിലിയത്താണ് എന്നാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത കാലഘട്ടം എന്നാണ്. അതേ ഉള്ളൂ, ഭാഷയിൽ അതിനർത്ഥം അതേ ഉള്ളൂ. പക്ഷെ അത് വിവരമില്ലാത്ത കാലഘട്ടമായിരുന്നോ? അല്ല. അവിടെ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് വിവരമില്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞു? എന്തേ അവർക്ക് നഷ്ടപ്പെട്ട വിവരം? ആ വിവരമാണ് ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഏതാണ് ആ വിവരം? അത് അള്ളാഹിനെ കുറിച്ചുള്ള വിവരമാണ്. അതുകൊണ്ടാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇൽമുള്ള ആളുകൾ, അറിവുള്ള ആളുകളാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞു. ആരാണ് ഈ അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ? പ്രത്യേകം ചില ആളുകളാണ് അത്? അല്ല. ചില പണ്ഡിതന്മാരെ കുറിച്ച് മാത്രമാണ് അത് പറഞ്ഞു? അല്ല. ഇൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് ഇൽമുള്ള ഒരാൾ. അയാൾ പാടത്ത് കൃഷി ചെയ്യുമ്പോഴും അയാളുടെ മനസ്സിൽ ആ ഇൽമ തുടിച്ചുകൊണ്ടിരിക്കും. അയാളൊരു ടാക്സി ഡ്രൈവർ ആണെങ്കിലും അയാളുടെ നാവിലും അയാളുടെ ചുണ്ടിലും ആ ഇൽമ തുളുമ്പിക്കൊണ്ടിരിക്കും. അയാളുടെ ജീവിതത്തിൻ്റെ ഏത് വശങ്ങളിലും അല്ലാ അല്ലാ എന്ന ഒരു ഓർമ്മ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ ഇൽമുള്ള ആൾ എന്ന് പറഞ്ഞാൽ. ആലിമീങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഇൽമുള്ള ഒരാൾ, പ്രത്യേകമായൊരു പദവിയിലുള്ള ആളെ കുറിച്ചുമല്ല. ഏതൊരു സാധാരണ മനുഷ്യനും അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു ജീവിത രീതിയാണത്, ആ സൂക്ഷ്മത. ഒരേ സമയം ജീവിതത്തിന് വല്ലാത്തൊരു കരുത്തെരുക്കും. ഒന്നും നമ്മളെ അലട്ടുകയില്ല. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നു. മനസ്സ് നമ്മളെ എങ്ങാനും കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതമാകെ പാളിപ്പോവും. ഖുർആൻ നമ്മളോട് പറയുന്നത് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നാണ്. ആ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനെ, ഈമാനിനെ ഒക്കെ നമുക്ക് വിശദീകരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കണ്ണ്, ഈ കണ്ണിന് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി കാണുക എന്നുള്ളതാണ്. ആ ഡ്യൂട്ടി കണ്ണ് ചെയ്യുന്നുണ്ട്. കാതിന് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി കേൾക്കുക എന്നുള്ളതാണ്. ആ ഡ്യൂട്ടി കാത് ചെയ്യുന്നുണ്ട്. നാവിൻ്റെ ഡ്യൂട്ടി പറയുക എന്നുള്ളത് ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ അള്ളാഹിനെ ശരിക്കും അനുസരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് കാണേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, ഇത് തീരുമാനിക്കുന്നത് കണ്ണല്ല, കാതല്ല, നാവല്ല, പിന്നെ ആരാ? മനസ്സാണ്. ആ മനസ്സ് നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നായി. ആ മനസ്സിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിത മേഖലകളൊക്കെ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ബഖറ നമ്മൾ പല പ്രാവശ്യം ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സൂറത്താണ്. ആ സൂറത്തിൽ ഒരു താലൂത്തിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ. ആ കഥ പറയുന്ന ഘട്ടത്തിൽ
ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്. ഫലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലമ്മ ഫസ്വല താലൂത്തു ബിൽ ജുനൂദ്. സൈന്യവുമായി താലൂത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരോട്, ഇന്നല്ലാഹ മുബ്തലീക്കും ബിനഹരിൻ, അള്ളാഹു നമ്മുടെ വഴിയിൽ, നമ്മുടെ യാത്രക്കിടയിൽ ഒരു പുഴ കൊണ്ട് നമ്മളെ പരീക്ഷിക്കാനിരിക്കുന്നുണ്ട്. ഫമൻ ശരീബ മിൻഹു ഫലൈസ മിന്നി, ആരെങ്കിലും ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവൻ പിന്നെ എൻ്റെ സംഘത്തിൽ നിന്ന് പുറത്താകും, എൻ്റെ കൂടെ പിന്നെ അവൻ ഉണ്ടാവില്ല. വമല്ലം യത്അമുഹു ഫഇന്നഹു മിന്നി, ആരാണോ ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാത്തത് അവർ പിന്നെയും എൻ്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദിഹി, ഒരു കൈക്കുമ്പിൾ വേണമെങ്കിൽ കുടിക്കാം, അത്രേ അനുവാദമുള്ളൂ, അതിലേറെ കുടിക്കരുത്. ഇതാണ് നിർദ്ദേശം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലം മിൻഹു, എല്ലാവരും കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല. അങ്ങനെ പറഞ്ഞത്, എല്ലാവരും കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ ഒഴികെ. എന്നിട്ട് പിന്നെ പറയുന്നത് ഫലമ്മ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി ഖാലല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ ബിഇذനില്ലാഹ് വല്ലാഹു മഅസ് സ്വാബിരീൻ വല്ലാഹു മഅസ് സ്വാബിരീൻ. ആ വെള്ളം കുടിക്കാതെ നിന്ന ആളുകളുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത ആളുകൾ, ആ ഒരു ചെറിയ സൈന്യവുമായി താലൂത്ത് പോവുകയും യുദ്ധത്തിൽ വിജയിക്കുകയും വലിയ ഒരു സൈന്യത്തെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നാണ് പിന്നീട് ഖുർആൻ അത് വിശദീകരിച്ചിരുന്നത്. എന്തിനാണ് ഈ കഥ പറഞ്ഞത്? ഒരു പുഴയുണ്ട് വരാൻ, ആ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കരുത്, ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ, ഒരു കുമ്പിളിലധികം കുടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ കൂടെ ഉണ്ടാവില്ല, എൻ്റെ സൈന്യത്തിൽ നിന്ന് പുറത്താകും. അങ്ങനെ മിക്കവാറും ആളുകൾ കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല. ആ കുടിക്കാത്ത ആളുകളുമായി ആണ് പിന്നെ സൈന്യം മുന്നോട്ട് പോകുന്നത്. അവർ വലിയൊരു സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ കഥ നമുക്ക് ഖുർആൻ പറഞ്ഞിരുന്നത്? വളരെ വ്യക്തമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എവിടെയും വിജയം ഉണ്ടാവും. അതിന് കഴിയാത്ത ഒരാൾ ജീവിതത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ ജീവിതത്തിൽ അവിടെ ഇവിടെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഒന്നും ആകൂല, എവിടെ എത്തൂല. അയാൾ വിശപ്പ് കൊണ്ട് ചുണ്ടുണങ്ങിയിട്ടുണ്ട്, വിശപ്പ് കൊണ്ട് ശരീരം വല്ലാതെ വെള്ളം ആഗ്രഹിച്ച് തുടിച്ചപ്പോഴും മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം കൊണ്ട് ദാഹം അവസാനിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അതിലേറെ വലിയ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കരുത്തുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ വിജയമുള്ളൂ.